സമൂഹത്തിൻ്റെ സ്ഥാപകനുമായ ധന്യന്മാർ തോമസ് കുര്യാലശ്ശേരിയുടെ ചരിത്ര നാടകാവിഷ്കാരം. ഇവിടെ കളിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നല്ലോ. കുഞ്ഞു തോമാച്ചോ, ദൈവമേ, തോമാച്ചനെ കാണുന്നില്ലല്ലോ. ഇതെന്താണ്? ആരാണ് ഇവിടെ കുഴിച്ചിട്ടത്? തോമാച്ചനെങ്ങാനും തട്ട് വീണോ? നീയോ? എന്ത് മണ്ടത്തരമാണ് കുഞ്ഞെ നീ കാട്ടുന്നത്? വഴിയിൽ ഇങ്ങനെ പട്ടിക കുത്തി നിർത്തിയാൽ വല്ലവരും വന്ന് തട്ടി മറിഞ്ഞ് വീഴില്ലേ? അക്കാമ്മേ, നീ എന്തിനാണ് കുഞ്ഞു തോമാച്ചനോട് വഴക്കിടുന്നത്? പൊന്നുമോന്റെ കുരുത്തക്കേടത്തിൽ കൂടുന്നുണ്ട്. കണ്ടില്ലേ വഴിയിൽ പട്ടിക കഷ്ണം കുത്തി നിർത്തിയിരിക്കുന്നത്? ഇതെന്തിനാണ്? എന്തിനാണെന്ന് മോനോട് തന്നെ ചോദിക്കും. എന്താ കുഞ്ഞു തോമാച്ച ഇത്? വഴിയിൽ കുത്തിയിരിക്കുന്ന വെറും ഒരു പട്ടികയല്ല അച്ഛാ. പിന്നെ ഈശോ മരിച്ച കുരിശാണിത്. നമ്മുടെ ഈ വഴി കുരിശിന്റെ വഴിയാക്കി മാറ്റാനാണ് ഞാൻ ഇതിവിടെ തറച്ചത്. വഴിയിൽ പട്ടിക കുത്തിയിട്ട് അത് കുരിശാണെന്ന്? നിന്റെ ഒരു കുരിശും കുരിശിന്റെ വഴിയും. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇതാ കുരിശിന്റെ ആ സത്യം അനുഭവിച്ചറിഞ്ഞോളൂ. ഉണ്ണിയേശു വളർന്നതുപോലെ മാതാപിതാക്കളുടെയും ദൈവത്തിന്റെയും സംപ്രീതിയിൽ കുഞ്ഞു തോമാച്ചൻ വളർന്നു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ ചേർന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചെങ്കിലും തന്റെ പിതാവിന്റെ മരണം മൂലം പഠനം പൂർത്തിയാക്കാൻ തോമാച്ചന് കഴിഞ്ഞില്ല. അമ്മയോടൊപ്പം സ്വഭവനത്തിൽ കഴിഞ്ഞ തോമാച്ചൻ പിന്നീട് മാന്നാനം സെന്റ് ഫ്രേം സ്കൂളിൽ ചേർന്ന് പഠനം തുടർന്നു. ഇവിടെ വെച്ച് തോമാച്ചൻ തന്റെ ആധ്യാത്മിക ജീവിതത്തിൽ ആഴപ്പെടുവാനും ദൈവവിളിയിൽ അഭിവൃദ്ധിപ്പെടുവാനുമുള്ള സാഹചര്യം ലഭിച്ചു. 1888 മെയ് മാസത്തിൽ തനിക്കുണ്ടായ ഒരു പ്രത്യേക ദൈവാനുഭവത്തിലൂടെ കുഞ്ഞു തോമാച്ചൻ വൈദിക ജീവിതത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്യുവാൻ തീരുമാനിച്ചു. എന്തൊരു വെയില്! എടി അന്നാമ്മ പെണ്ണേ, ആ നനച്ചു വെച്ചിരിക്കുന്ന തുണിയെല്ലാം എടുത്ത് അഴിയിലേക്ക് വിരിക്ക്. വെയിൽ തെളിഞ്ഞത് കണ്ടില്ലേ? ശരി അമ്മേ, ഈ കറിക്കുള്ള മുളക് നനച്ചു കഴിഞ്ഞോട്ടെ. എല്ലാ പാത്രത്തിലും വെള്ളം നിറച്ചാലമ്മേ. ഇനി 2 നട വെള്ളം കൂടി വേണം അമ്മേ. തോമാച്ചനെ കാണുന്നില്ലല്ലോ. എന്താണ് ഇത്ര വൈകുന്നത്? എന്റെ കുഞ്ഞു തോമാച്ചൻ ഇപ്പോൾ തന്നെ എത്തുപടി. എത്ര നാളായി എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട്. അമ്മേ, അതാ ആ വരുന്നത് ആരാണെന്ന് നോക്കി. തോമാച്ചൻ, എന്റെ കുഞ്ഞു തോമാച്ചൻ. അമ്മേ, അമ്മ സുഖമായിരിക്കുന്നു? എത്ര നാളായാലും നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. കുറെ നാള് കൂടി കാണുന്നത് കൊണ്ട് അമ്മയ്ക്ക് തോന്നുന്നതാകും. എല്ലാവരും എവിടെ? തോമാച്ചൻ വരുന്നത് കൊണ്ട് എല്ലാവരും നല്ല തിരക്കിലാണ്. അറിയാമോ, വലിയൊരു സദ്യ തന്നെയാണ് അമ്മ ഒരുക്കിയിരിക്കുന്നത്. തോമാച്ചായ, ഞാൻ ഈ വെള്ളം കൊണ്ടേ വെക്കട്ടെ. നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിന്നെ ഞാൻ എവിടേക്ക് വിടില്ല. എന്റെ കൂടെ എന്നും ഉണ്ടാവണം. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇനി നീ വേണം നോക്കാൻ. ഞാൻ അടുത്തില്ലെങ്കിലും അമ്മയുടെ മക്കൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ എവിടെയായിരുന്നാലും എല്ലാവരും എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്. അമ്മ വിഷമിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്നിനും ഒരു കുറവും വരാതെ ദൈവം നടത്തി തരും. എടാ കുഞ്ഞു തോമാച്ച, നീ ആളാകെ മാറിയിരിക്കുന്നല്ലോ. നിന്റെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ, ഞങ്ങളും ഒന്ന് അറിയട്ടെ. അവിടുത്തെ വിശേഷം പറയുമ്പോൾ ആദ്യം വലിയൊരു സന്തോഷ വാർത്തയാണ് എല്ലാവരെയും അറിയിക്കാനുള്ളത്. അഭിവന്ദ്യ കാർലോസ് ലെവീഞ്ഞ് പിതാവ് സുറിയാനിക്കാരിൽ നിന്നും ഒരാളെ റോമിൽ വൈദിക പഠനത്തിന് വിടുവാൻ ആഗ്രഹിച്ചു. മാന്നാനം കൊവേന്ത സന്ദർശിച്ച വേളയിൽ പിതാവ് അവിടുത്തെ ബോർഡിങ്ങിലുള്ള കുട്ടികളിൽ നിന്നും ഇതിന് യോഗ്യരായവർ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ വൈദികർ എന്റെ പേരാണ് നിർദ്ദേശിച്ചത്.
സ്വീകരിച്ച് വൈദികരോടൊപ്പം തോമാച്ചൻ റോമിലെ പ്രോപ്പഗാൻഡ കോളേജിലേക്ക് യാത്രയായി. അവിടെ പഠനം ആരംഭിച്ച തോമാച്ചൻ താമസിയാതെ വൈദിക വിദ്യാർത്ഥികളുടെ പ്രീഫെക്റ്റായി നിയമിതനായി. ഉണർവുള്ള യുവ കൊച്ചു പുണ്യവാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തോമാച്ചൻ ദിവ്യകാരുണ്യ സന്ദർശനത്തിൽ ലഭിച്ചിരുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തിയിരുന്നില്ല. കോളേജിനടുത്തുണ്ടായിരുന്ന വിദ്യാരാധകരായ സിസ്റ്റേഴ്സിന്റെ ചാപ്പലിൽ സൗകര്യം കിട്ടുമ്പോഴെല്ലാം ആ കൊച്ചു പുണ്യവാൻ പോയി ആരാധിച്ചിരുന്നു. വൈദിക പരിശീലനം പൂർത്തിയാക്കിയ തോമാസ് മാസം 1899 മെയ് 27 സെന്റ് ജോൺസ് ലാറ്ററൻ ദേവാലയത്തിൽ വെച്ച് കർദിനാൾ കാസേല ഫ്രാൻസിസ്കോ പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച് 1899 നവംബർ 1 നാട്ടിൽ തിരിച്ചെത്തി. കുഞ്ഞു തോമാച്ചനെ ഏറെ സ്നേഹിച്ചിരുന്ന ഗ്രാമീണർ സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് തോമാ കത്തനാരുടെ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ ദേവാലയത്തിൽ അവർ തിങ്ങിക്കൂടി. എല്ലാവർക്കും ഹൃദയത്തിൽ ആത്മീയ ചോദ്യം തുടങ്ങുന്ന വലിയൊരു അനുഭവമായിരുന്നു തോമാ കത്തനാരുടെ ആ ബലിയർപ്പണം. എന്റെ കമ്പ്യാനേട്ടാ, ഇതുപോലൊരു കുർബാന ഞാൻ എന്റെ ജീവിതത്തിൽ കൂടിയിട്ടില്ല. ഹോ, വല്ലാത്തൊരു അനുഭവമായിരുന്നു. കുർബാന കഴിഞ്ഞിട്ടും അച്ഛനെന്താ ഇതുവരെ സംഗീതത്തിലേക്ക് വരാത്തത്? അച്ഛന്റെ ആശീർവാദം വാങ്ങാൻ ആളുകൾ വരിവരിയായി നിൽക്കുകയല്ലേ? അൽത്താരയ്ക്ക് മുന്നിലെ തിരക്ക് കഴിഞ്ഞാൽ അച്ഛനിക്ക് എത്തും. ഫാദർ തോമസ് കുരിയാളശ്ശേരി. എന്തായാലും കുരിയാളശ്ശേരി കുടുംബത്തിൽ നിന്നും നമ്മുടെ ഇടവഴിക്ക് നല്ലൊരു അച്ഛനെ കിട്ടിയല്ലോ. എന്റെ പഴയകാല സുഹൃത്ത് ചാക്കോയുടെ മകനാ ഈ കൊച്ചച്ഛൻ. കുർബാന കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ തോർമാക്കുഞ്ഞിനെ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഞാൻ ഓർത്തെടുത്തു, എന്റെ പഴയ ചങ്ങാതിയാണേ. അന്ന് ഞങ്ങൾ രണ്ടുപേരും ദേ അച്ഛൻ. കൊച്ചച്ചോ, സ്തുതിയായിരിക്കട്ടെ. എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പഴയ ആ കാളവണ്ടിക്കാരൻ ഫിലിപ്പോസേട്ടനാണേ. അച്ഛൻ പണ്ട് കുഞ്ഞായിരുന്നപ്പോ കാളവണ്ടിയിൽ കയറ്റി ഞാൻ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല ഫിലിപ്പോസേട്ടാ. ആ കാളവണ്ടിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെന്ന്. പക്ഷെ കാള മാത്രമില്ല. ഒന്ന് ചത്തപ്പോ മറ്റതിനെ ഞാൻ അങ്ങ് വിറ്റു. ചൗരി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണത്? എന്നെ മനസ്സിലായില്ലേ? തോമാച്ച, എന്റെ കുഞ്ഞു തോമാച്ച, നീ ചവലിയെ മറന്നില്ലല്ലോടാ. എന്താണോ ഇത്? അച്ഛനെയാണോ ഇടാതെ വിളിക്കുന്നത്? ഹോ, നിനക്കൊക്കെ സംസ്കാരമില്ലേ? എന്തൊരു സംസ്കാരം ഫിലിപ്പോസേട്ടാ. നിഷ്കളങ്കമായ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല.